ഏവർക്കും പ്രദക്ഷിണത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലളിതാ സഹസ്രനാമത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. എന്താണ് ലളിതാ സഹസ്രനാമം? ഒറ്റ വേർഡിൽ പറയുകയാണെങ്കിൽ എ കീ ടു യുവർ ഇന്നർ ശിവ. അതാണ് ലളിതാ സഹസ്രനാമം. എങ്ങനെയാണ് അത് നിങ്ങളുടെ ഇന്നർ ശിവ, അതായത് ആത്മസ്വരൂപനായിരിക്കുന്ന ശിവനിലേക്കുള്ള താക്കോലായിട്ടത് മാറുന്നത്? അതിനുത്തരം ലളിത സഹസ്രനാമം ആരംഭിക്കുന്നത് ദേവിയുടെ ശ്രീമാത എന്ന നാമത്തിലാണ്. അത് അവസാനിക്കുമ്പോഴേക്കും ശിവശക്തൈക രൂപിണി ലളിതാംബിക എന്ന നാമങ്ങളിലേക്ക് എത്തുന്നു. അതായത് അമ്മയെ വിളിച്ചിട്ട് അച്ഛനിലേക്ക് എത്തുന്നു. അതാണ് സിമ്പിളായിട്ട് പറയാം. അമ്മയെ വിളിച്ചിട്ട് അച്ഛനിലേക്ക് എത്തുന്നു നിങ്ങൾ. അപ്പോൾ ഏതൊരു കുഞ്ഞിനെയും നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും അല്ലേ? അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ, അച്ഛനിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ നേടണമെങ്കിൽ അമ്മയോടാണ് അവരാദ്യം പറയാറ് കാര്യങ്ങളെല്ലാം അല്ലേ? അപ്പോൾ അമ്മ ചെന്നിട്ട് അച്ഛനോട് പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് സാധിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ആ ജഗജ്ജനനിയായിരിക്കുന്ന അമ്മയെ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങി അവസാനം അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ ആ ഭഗവാന്റെ, ആ പരമശിവന്റെ വാമഭാഗമായിട്ട് ഭഗവതി ഇരിക്കുന്ന ആ അർദ്ധനാരീശ്വര സങ്കല്പത്തിലുള്ള ആ ശിവശക്തൈകസ്വരൂപിണി, ഏകസ്വരൂപമായിട്ടിരിക്കുന്ന ആ ഭാവത്തിലേക്ക്, അച്ഛനിലേക്ക്, ശിവോഹം എന്ന ഭാവത്തിലേക്ക് നമ്മൾ ഉയരുന്നു. ഈ ലളിത സഹസ്രനാമത്തിൻ്റെ ഉൽപ്പത്തിയെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ, വേദവ്യാസൻ രചിച്ചിരിക്കുന്ന 18 പുരാണങ്ങളിൽ ഒന്നായിരിക്കുന്ന ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ഉത്തരഖണ്ഡത്തിൽ അതിൻ്റെ ഭാഗമായിരിക്കുന്ന ലളിതോപാഖ്യാനത്തിലെ 36ാമത്തെ അധ്യായത്തിലാണ് ലളിത സഹസ്രനാമം വരുന്നത്. ഇത് ഹയഗ്രീവരും അതുപോലെ അഗസ്ത്യരും തമ്മിലുള്ള ഒരു സംവാദത്തിൻ്റെ ഭാഗമായിട്ട് അതുപോലെയാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അഗസ്ത്യ മഹർഷി ഉണ്ടല്ലോ, അഗസ്ത്യ മഹർഷി അദ്ദേഹത്തിന് തപശക്തി അധികമുള്ളൊരു മഹർഷിയാണ്. എല്ലാവർക്കും അറിയാലോ, പാർവതി ശിവ പരിണയം നടക്കുന്ന സമയത്ത് എല്ലാവരും ആ കല്യാണം കാണുവാൻ വേണ്ടിയിട്ട് കൈലാസത്തിലേക്ക് പോയി. അപ്പോൾ ഭൂമിയുടെ ആ സന്തുലനാവസ്ഥ നഷ്ടപ്പെടുമെന്ന് തോന്നിയ സമയത്ത് ഭഗവാൻ തപശക്തി കൂടുതലുള്ള ഈ അഗസ്ത്യരെ ദക്ഷിണഭാഗത്തേക്ക് അയക്കുകയും ആ ഭൂമിയുടെ ആ സന്തുലനം നിലനിർത്തുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് തപശക്തിയുള്ള ഈ അഗസ്ത്യർ ദേശാടനം നടത്തുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് തീർത്ഥസ്ഥാനങ്ങളിലൊക്കെ പോയിട്ടും അതുപോലെ കണ്ട കാട്ടിലും മലയിലൊക്കെ പോയിട്ട് വീണ്ടും തപസ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം ആ ദേശാടനം നടത്തിയത് സാധാരണ ജനങ്ങളെ, അവരെ മോക്ഷത്തിലേക്ക് ഉയർത്തുന്ന ഒരു മാർഗം കണ്ടെത്തുവാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ ഈ ദേശാടനം നടത്തുന്ന സമയത്ത് ജനങ്ങൾ വയറ് നിറക്കുവാനും അതുപോലെ ലൈംഗിക സുഖങ്ങൾ അനുഭവിക്കാനും വേണ്ടി മാത്രമായിട്ട് പരാക്രമം കൊണ്ട് നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെടുകയും അതിൽ സങ്കടം തോന്നിക്കൊണ്ട് അദ്ദേഹം കാഞ്ചീപുരത്തെത്തുന്നു എന്നാണ് പറയുന്നത്. ആ കാഞ്ചീപുരത്ത് കാമാക്ഷിയമ്മനെയും അതുപോലെ ഏകാമ്രനാഥനായിട്ടിരിക്കുന്ന ആ ശിവനെയും അദ്ദേഹം തൊഴുതുകൊണ്ട് അവിടെ തപസ് ചെയ്യും. ആ തപസ്സിൻ്റെ ഫലമായിട്ട് ആ ഭഗവാൻ വിഷ്ണു ഹയഗ്രീവ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ ഹയഗ്രീവ മൂർത്തിയോട് ഇദ്ദേഹം ചോദിക്കുകയും എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് ചോദിക്കുമ്പോൾ പണ്ട് ശിവൻ ശക്തിക്ക് ഉപദേശിച്ചു കൊടുത്തതും ആ ശക്തി, ആ ദേവി ഈ ഹയഗ്രീവർക്ക് ഉപദേശിച്ചു കൊടുത്തതുമായിട്ടുള്ള ആ കാര്യം, ദേവിയുടെ അവതാരങ്ങൾ, ദേവിയുടെ വൈഭവം, ശ്രീചക്രം എന്താണ്, അതിൻ്റെ പൂജാവിധാനങ്ങൾ, ഇതെല്ലാം അടങ്ങുന്ന കാര്യങ്ങളെല്ലാം ആ ജനങ്ങളെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന ആ കാര്യം അഗസ്ത്യർക്ക് ഹയഗ്രീവ മൂർത്തി ഉപദേശിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഒരു ഉത്ഭവത്തെ പറ്റി പറയുന്നത്. ഇത് എഴുതിയിരിക്കുന്നതായിട്ട് പറയുന്നത് ദേവിയുടെ വാഗ്ദേവതകളാണ്. 8 വാഗ്ദേവതകളാണ് ദേവിക്കുള്ളത്. രഹസ്യയോഗിനികളായിട്ട് പറയുന്ന അവരാണ് ഈ ലളിതാ സഹസ്രനാമം രചിച്ചതായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം ശ്രീവിദ്യാ മന്ത്രത്തെ കവിഞ്ഞ് വേറൊരു മന്ത്രമില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ശ്രീചക്രത്തെ കവിഞ്ഞിട്ട് വേറൊരു യന്ത്രവും ഇല്ല. ലളിതാംബിയെ കവിഞ്ഞ് വേറൊരു ദേവതയുമില്ല. അതിൻ്റെ എല്ലാം ഐക്യമായിട്ടിരിക്കുന്ന ഈ ലളിതാ സഹസ്രനാമം നമ്മൾ ജപിക്കുകയാണെങ്കിൽ, അർത്ഥമറിഞ്ഞോ അറിയാതെയോ നമ്മൾ ജപിക്കാൻ ഇടവരികയാണെങ്കിൽ ഇതെല്ലാം ചെയ്ത ഫലം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ സാധാരണക്കാരനായ ഒരാൾക്ക് ചിലപ്പോൾ ശ്രീവിദ്യ മന്ത്രോപാസനയൊന്നും സാധ്യമാവണമെന്നില്ല.
അതുപോലെ ശ്രീചക്ര പൂജയും സാധ്യമാവണമെന്നില്ല. എന്നാൽ അയാൾക്ക് ഈ ലളിതാ സഹസ്രനാമം വൃത്തിയായിട്ട് ജപിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്യുന്ന ഫലം ലഭിക്കുമെന്ന് തന്നെ പറയാവുന്നതാണ്. ആ ഷോഡശി മന്ത്രം, ശ്രീവിദ്യാമന്ത്രം, അതിൻ്റെ മാലാരൂപത്തിലിരിക്കുന്ന ഭാവത്തിലാണ് ഈ ലളിതാ സഹസ്രനാമം വാഗ്ദേവതമാര് രചിച്ചിരിക്കുന്നത്. അറിയാത്ത വ്യക്തിയും അത് ജപിച്ചു കഴിഞ്ഞാൽ ആ ഫലം ലഭിക്കും. അത് എപ്രകാരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാലത്തിൽ കൂടി നടന്നു പോകുന്ന സമയത്ത് കാല് തെറ്റി പുഴയിലോ കുളത്തിലോ എവിടെയെങ്കിലും വീഴുകയാണെങ്കിൽ നമ്മൾ നനയും, കുളിക്കും അല്ലേ, അറിയാണ്ട് നമ്മുടെ മേത്തുള്ള ചെളിയൊക്കെ കഴുകിപ്പോവും. അപ്പോൾ അതേപോലെ അത് അറിയാത്തവന് പോലും അവിടെ ഫലസിദ്ധി ലഭിക്കും. ആചാര്യസ്വാമികൾ സൗന്ദര്യലഹരിയൊക്കെ എഴുതിയപ്പോഴും ഇതേ രീതിയിലാണ് ഒരുപാട് രഹസ്യമന്ത്രങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അറിയാത്തവൻ പോലും ജപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫലപ്രാപ്തി ഉണ്ടാകുമെന്നുള്ളത് നിശ്ചയമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ദേവിയുടെ നാമങ്ങൾ അതിൻ്റെ അർത്ഥമറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഉപാസിക്കുകയാണെങ്കിൽ, ഒരു ദിവസം ഒരു നാമം വെച്ച് നിങ്ങൾ ഉപാസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോടി കോടി ജന്മങ്ങളിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം ഭസ്മീകരിക്കപ്പെടുന്നതാണ്. അത് നമുക്ക് തർക്കമില്ലാത്തൊരു വിഷയമാണ്. കാരണം ഇത് ചെയ്ത് അനുഭവം കിട്ടിയവരാണ് നമ്മളേവരും തന്നെ. ഭൂരിപക്ഷം ആളുകൾക്കും ഉപാസന ചെയ്ത ആളുകൾക്കൊക്കെ അതറിയാം. അപ്പോൾ ആ ലളിതാ സഹസ്രനാമമാണ് ആ ഭഗവാൻ അച്ഛനിലേക്ക് എത്തിക്കാനുള്ള, അച്ഛൻ ആ ജഗത് പിതാവായിരിക്കുന്ന പരമേശ്വരനിലേക്ക് എത്തിക്കാനുള്ള താക്കോല്. അപ്പോൾ ആ താക്കോല് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വ്യക്തമായിട്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഭാവത്തിലേക്ക് നിങ്ങൾക്കും ഉയരാൻ സാധിക്കും. അപ്പോൾ ഏവർക്കും ദേവിയുടെ അനുഗ്രഹം അതിനു വേണ്ടി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.